ഫേസ്ബുക്കിനോടുള്ള പ്രതികാരം അല്ലാതെ വേറെ എന്തായിരിക്കും റയാൻ ആക്ടിനെ സിഗ്നൽ ഉണ്ടാക്കാനുള്ള കാരണമായിട്ടുണ്ടാവുക? മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആയിക്കാണ്ട് വാട്സപ്പ് തന്നെ ലീഡിംഗ് ആയിക്കാണ്ട് പോപ്പുലർ ആയിക്കാണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാനായിരിക്കും സിഗ്നൽ അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക? ഉത്തരം സിമ്പിളാണ്, ഡിജിറ്റൽ ട്രസ്റ്റ്. വാട്സപ്പ് സൗജന്യ സേവനമാണ് നൽകുന്നതെങ്കിൽ പോലും ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രോഡക്റ്റ് ദെൻ യു ആർ ദ പ്രോഡക്റ്റ്. ഇവിടെ നിങ്ങളിൽ നിന്ന് എടുക്കുന്നത് നിങ്ങളുടെ മെറ്റാ ഡാറ്റയാണ്. എന്നാൽ സിഗ്നൽ നൽകുന്നത് നിങ്ങളുടെ പ്രൈവസിയാണ്. നിങ്ങളുടെ ഡാറ്റ എടുക്കുന്നില്ല, നിങ്ങൾക്ക് പരസ്യം കാണിക്കുന്നില്ല, ഒരാൾക്കും ഇത് വില കൊടുത്ത് വാങ്ങാനും സാധിക്കില്ല. സാധാരണക്കാർക്ക് ഒരു പക്ഷേ വാട്സപ്പ് മതിയായിരിക്കും. എന്നാൽ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കും വലിയ ബിസിനസ്സുകാർക്കും പത്രപ്രവർത്തകർക്കൊക്കെ ഒരു സേഫ് ഹൗസ് വേണം. അതാണ് ഈ സിഗ്നൽ. യൂസേഴ്സിന്റെ ഡാറ്റ വിൽക്കാതെയും പരസ്യം കാണിക്കാതെയും ഇൻവെസ്റ്റേഴ്സിന്റെ സമ്മർദ്ദം ഇല്ലാതെയും ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം ഒരു മികച്ചൊരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിന് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് സിഗ്നൽ തെളിയിച്ചു വിട്ടു. അതായത് മികച്ചൊരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, വിൽക്കപ്പെടാത്ത ഒരു സിസ്റ്റം കൂടിയാണ് അവർ ബിൽഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, വാട്സപ്പിൽ നിങ്ങളുടെ ഡാറ്റയ്ക്ക് എത്രത്തോളം ആയിരിക്കും അവർ വില ഇട്ടിട്ടുണ്ടാവുക? നിങ്ങളുടെ ഡാറ്റ വാട്സപ്പിൽ 100% സേഫ് തന്നെ ആണോ? അത് കമന്റ് ബിലോ. നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോയിൽ കാണാം.